അതൊന്ന് വേഗം വന്നേ. നിങ്ങൾ ഇതിനെ ഭക്ഷണം പറഞ്ഞിരുന്ന മദ്രാസിലേക്ക് ട്രെയിൻ പോകും. അത്ര ജ്യോതും കുറിപ്പ് നമുക്ക് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്ത് എന്റെ ഏരിയാസ് വിളിച്ചു പോയി നാട്ടുകാർ നോട്ടാതെ നിങ്ങൾ മുമ്പിൽ കയറും. അമ്മയും മോളും മുമ്പിൽ കയറും. അതൊന്നും പിടിച്ചടാ. ഈ പോക്ക് മദ്രാസിലെത്തുന്നിട്ട് ഒന്നല്ല പഠിച്ചോനെ. പറയാനുള്ള കൊണ്ടോട്ട് അന്ന് ആ നാക്കും കടുതാ. വണ്ടി വിട്ടോ. വണ്ടി പോട്ടെ. ഈ കാലം ശരിയായിട്ടുള്ള ഡ്രൈവറല്ലേ? വണ്ടി ഓടിക്കുന്നത് നിങ്ങളൊന്ന് കഴിച്ചിട്ടില്ല. ആരോഗ്യമൊക്കെ അത് താങ്കളെ താങ്ങിയേക്കണത് എന്താണ്ട് വലക്ക് പതിവില്ലാത്ത ഭയങ്കര കനം. വല്ല തെരണ്ടിയാ കരിമീനാ കടന്നിട്ടുണ്ടാകും. ഈടാ അത്തപ്പാടി തെരണ്ടിയും നരിമീനും ചതുരത്തിലാണ്ടായിരിക്കുന്നത്. എടാ ഊരാനെ നീ പോയി നോക്കിയടാ. എട്ടപ്പേല വിളിച്ചങ്ങനല്ല കുടുംബേ നിന്റെ കൂടെ പിടിച്ചാലൊക്കെ ഞാൻ ഒന്ന് പോയി നോക്കടാ ഊരാനെ. അങ്ങനെ മര്യാദയ്ക്ക് പറ. കുടുംബേ ഒരു പെട്ടിയാങ്ങളെ പെട്ടിയായിട്ട് വീട്ടിൽ ഞങ്ങൾ ടൂറ് പോയതായിരിക്കും. നീ ഇങ്ങോട്ട് വന്നേടാ. സൂക്ഷിച്ചോ. വല്ല ശവമോ മറ്റാണെങ്കിലാ. ശവമാണെങ്കിൽ തിരിച്ച് കാലിലേക്ക് തന്നെ എറിയാവട്ടെ. താങ്ങി പിടിച്ചോണ്ട് നിൽക്കേണ്ട അവസ്ഥ പിടിച്ചാ മതി. ഇതാരെങ്കിലും കണ്ടാലാ നമുക്ക് ആദ്യം എവിടെയും ഒളിപ്പിച്ചു വെക്കാം. എന്നിട്ട് തീരുമാനിക്കാം. എന്റെ കയ്യിൽ കിടക്കണം. തീരെങ്കിലാരോ വേറെ ആരെങ്കിലും കണ്ടു കാണാൻ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. ദൈവം നമുക്ക് കാണിച്ചു തന്ന പുഴിയാടാ. കയ്യിൽ വന്ന മഹാലക്ഷ്മിയാ. എല്ലാം പോയല്ലോ എന്റെ ഭഗവാനെ. ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടതാ. ഈ മുടിഞ്ഞ ഒരുത്തിന്റെ കരുനാക്ക് ഇതിനെല്ലാം കാരണം. തള്ളേ എന്നെ വല്ലതും പറഞ്ഞോണ്ടല്ല. ഡ്രൈവർ ഉറക്കം തൂങ്ങി എന്നെ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പടച്ചോനെ കൈ കിട്ടിയിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അല്ല. ഇങ്ങനെ ഒറ്റ നേരത്തെ പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് പോയ പരിസരത്തെ കാര്യം നോക്കാം. ഏലിയസ് ഷാജി അവിടെ മുഴുവൻ തപ്പിപ്പെറുക്കുക. അയ്യോ അവര് തപ്പാൻ പോയിരിക്കുക. നല്ല പാർട്ടികള്. പെട്ടി കൈ കിട്ടിയ ഏലിയാസ് അപ്പം അതുകൊണ്ട് മുങ്ങും. പൊന്നും പണം ആണേ. എങ്കി വാ നമുക്ക് പോയി നോക്കാം. വാ വാ നീ. ആ പെട്ടി പോയി നേരെ വെള്ളത്തിലേക്കാ. അതിപ്പോ വല്ല കടലിലും ചെന്ന് കാണും. നമുക്കൊരു പണി ചെയ്യാം. 2 എണ്ണം അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാം. നമ്മുടെ കുഞ്ഞു മൂടി കിടക്കുന്നത്. അയ്യോ
നമ്മൾ വെട്ടിയെടുത്ത കുഴി ആരും മൂടിച്ചിരിക്കുന്നു. ഒരു വായോ മുടി കിടക്കുന്നുണ്ടോ? ഇതാരെ കുഴി മൂടിയത്? നമ്മൾ ഇന്നലെ പെട്ടിയെടുത്തിട്ട് കുഴി മൂടിയില്ലായിരുന്നല്ലോ. മൂടണ്ടെന്ന് ഞാനാ പറഞ്ഞ. അപ്പൊ നീയല്ലേ പറഞ്ഞു കുഴി മൂടണമെന്ന്? ഈ കുഴി മൂടിയത് ആരാന്നറിയാമോ? അല്ല ആരാന്നറിയാമോന്ന് ചോദിച്ചതാ. മരക്കുറിച്ചിന്റെ ബാപ്പാന്റെ ബാപ്പ. അപ്പൊ പിന്നെ അതെല്ലാം നല്ല വെള്ളമായിരുന്നില്ലേ? ഒരു വഴിക്ക് പോകുമ്പോ വെള്ളം അടിക്കേണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ. ആ ഡ്രൈവറെ മൂക്കറ്റ് മുടിപ്പിച്ചത് ഈ ഏലിയാസാ. ഇയാളെ ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അതേതല്ലേ മര്യാദക്കണക്ക് പച്ചിലാക്കി കുത്തിക്കേറ്റും. ആ ഡ്രൈവർ കാശ് വാങ്ങിക്കാൻ വേണ്ടി കാണിച്ചു ചെറിയ നമ്പറല്ലേ? അതൊന്നും മിണ്ടായിരിക്കണ്ടോ? ഓ വാര് പഠിച്ചോണ്ടിരിക്കാതെ കാര്യം എന്താണെന്ന് നോക്കാം. എന്തായാലും 4 കുട്ടം മണ്ണ് വാരുന്ന കാര്യമല്ലേ ഉള്ളൂ. നമുക്കൊന്ന് വാരി നോക്കാം. ഞമ്മള് പറഞ്ഞത് നമ്മളെ കൈവിട്ട് പോവില്ലെന്ന്. ഒരു പണിയാ, നമുക്ക് ഇതുവരെ തന്നെ കുറിച്ചും കൂടാ. വന്നിട്ടോ സ്ട്രോങ് ആയിട്ട് മനുഷ്യരോട് ഉപജാതകുറിപ്പ് ഇറങ്ങി വാടാ ഇങ്ങിട്ട്. നിന്റെ മോനെ മട്ടാഞ്ചേരിക്കൊണ്ട് പണയം വെക്കുന്ന ആ പുല്ല മതിയോ ആശാനെ? ഇത്രയും പേച്ച് പോരെ, അല്ലെങ്കിൽ ടോപ്പ് കയറി പിരിക്കട്ടെ. വണ്ടമ്മേട് ലാസർ മട്ടാഞ്ചേരി മാസത്തിന് വാങ്ങാൻ വന്നിരിക്കുന്നേ. ഇവന്മാരുടെ ഇടപാടൊക്കെ തീർത്തതല്ലേ, പിന്നെ എന്തിനാ വന്നിരിക്കുന്നേ? ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാലേ ഡൽഹിയിൽ പോയി പറഞ്ഞാൽ മതി. അതിന് അച്ഛനല്ലേ പണപ്പെട്ടി കൊടുത്തത്. അച്ഛനും വന്നേ. പേടിക്കണ്ടെന്നേ. എനിക്ക് പേടിയൊന്നുമില്ല. മതി മതി, ഈ ലാസറിനെ മണ്ടനാക്കരുത്. എന്നെ നിർത്തി കുടിച്ചിടാൻ നോക്കിയാ വീടില്ലേ ഞാൻ തമ്പച്ച് പറഞ്ഞവനാ. വാക്ക് പറഞ്ഞ വാക്കാ. താടി വെച്ച് മെലിഞ്ഞ ഒരു കറുത്തവനാ എന്റെ കിന്നെപ്പറ്റി വാങ്ങിയത്. അടവ് 18 കഴിഞ്ഞാ ലാസറി തൊഴിലിനിറങ്ങിയത്. എന്റെ അടുത്ത് വേണ്ട കേട്ടോ എന്റെ അഭ്യാസം. കഥയോട് മര്യാദക്ക് എന്റെ പണം തന്നില്ലേ ഒലിഞ്ഞ നടന്നേ. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒന്നിച്ചങ്ങ് ജയിലിൽ പോവാ. അപ്പര് മോനെ തരിച്ചാ പോലും മണം വെച്ച് സൂഹിക്കണ്ട. ആശാന്റെ ശക്തി എന്റെ ബുദ്ധിയും കൂടി ചേർത്താലുണ്ടല്ല, അപ്പന്റെ മോന്റെ ആക്സിഡന്റ് പോകും കേട്ടാ. അച്ഛൻ ഇത് ആർക്ക് കൊണ്ടുപോയി കൊടുത്തെന്നാ പറയുന്നത്? നിന്റെ അമ്മേര് നായർക്ക് പോ. ഈ കത്തി കണ്ടോ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോര വരണ്ടില്ലെങ്കിലേ ഇവൻ ഇരിക്കപ്പുറത്തുണ്ടാവില്ല. ട്രാക്കുള കത്തിയാണ് കേട്ടാ. ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ആരാ പണം വാങ്ങിയെന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ പങ്ക് തന്നേക്കാം പോരെ? ലാസറേട്ടന്റെ മുഖത്ത് നോക്കി കള്ളം പറയാനുള്ള എഞ്ചിൻ പവർ ഇയാക്കില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആശാനെ 2 ദിവസത്തെ അവധി കൊടുത്താരി. 2 ദിവസം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ എന്റെ തോക്കിനൊക്കെ ഉണ്ടയില്ലാതായി. ഓ ഉണ്ട. രാത്രിയിൽ അച്ഛൻ കാശും കൊണ്ട് ഒറ്റയ്ക്ക് പോണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ? കള്ളു കുടിച്ചാ പിന്നെ കണ്ണ് കാണത്തില്ലല്ലോ. ആ ലാസറെങ്ങാനും സംഗതി പുറത്തു പറഞ്ഞാൽ അച്ഛനും മകനും കമ്പി എണ്ണേണ്ടി വരും. എന്നോട് ആലോചിക്കാതെ ഓരോന്ന് ചെയ്തിട്ട് ഇപ്പൊ അപ്പനിട്ട് പാലം വലിക്കുന്നോടാ. വെടിമരുന്ന് പൂരയ്ക്ക് മുകളിലിരുന്ന് വീടി വലിക്കുന്നോ എന്റെ ഗതിയായി പോയല്ലേ എന്റെ ഗുരുവായൂരപ്പ. ദൈവമേ, നാട്ടുകാരോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? ഏത് മഹാഭാവിയാണ് ചെയ്തത് എന്റെ ഗുരുവായൂരപ്പ? മിസ്റ്റർ ഉണ്ണിത്താൻ, നിങ്ങളിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകരുത്. നമുക്ക് വഴിണ്ടാക്കാം. ഇവിടെ ഇത്രയും വലിയൊരു കവർച്ച നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ആസൂത്രണം ആവശ്യമാണ്. ബാങ്കിന്റെ മുക്കം മൂലം അറിയാവുന്ന ആരാണ് പ്രതി? താക്കോൽ ഉപയോഗിച്ചാണ് പൂട്ടെല്ലാം തുറന്നിട്ടുള്ളത്. ഇന്നലെ അവസാനമായി ഈ ബാങ്കിൽ നിന്ന് ഇറങ്ങിയത് ആരാണ്? അത് ഗോപാലകൃഷ്ണനാണ്. താക്കോൽ അവനാണോ സൂക്ഷിക്കാറുള്ളത്? അതെ. അല്ല, സാധാരണ വീട്ടിൽ കൊണ്ടു തരാറുണ്ട്. ഇന്നലെയോ? ഇന്നലെയും വീട്ടിൽ കൊണ്ട് തന്നിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അയ്യോ, ബാങ്കിലുള്ള എല്ലാവരെയും എനിക്ക് വിശ്വാസമാണ്. ഗോപാലകൃഷ്ണനെയോ? എവിടെയാ അവന്റെ വീട്? അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോ ആദ്യത്തെ വീട്. സർ, അവന്റെ വീടൊന്ന് സെർച്ച് ചെയ്യണം. പ്രതി എത്ര കേമനായാലും പോലീസുകാർക്കുള്ള തെളിവ് പ്രതി തന്നെ തരുമെന്നല്ലേ പറയാറ്.
പ്രശ്നമൊക്കെ പിന്നെ പറയാം. എവിടെ ആടി പൊന്നുമണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വേഗം കാണിച്ചാ, ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കി വെക്കല്ലേ. എന്തേ പറയണത്? ആ താനോട് സെർച്ച് ചെയ്യും സാർ. ഇങ്ങോട്ട് മാറി നിൽക്കണേ. എന്തെങ്കിലും കിട്ടിയോ? ഒന്നുമില്ല സാർ. അടുക്കള ഭാഗം സെർച്ച് ചെയ്യും സാർ. മര്യാദയ്ക്ക് പറഞ്ഞോളാം. എവിടെയാണ്? അയ്യോ ഞങ്ങൾക്കറിയില്ല, ദൂരെ എവിടെ പോയതാ? എപ്പോഴാ പോയത്? ഇന്നലെ വൈകുന്നേരം. സാർ, സാധനത്തിന്റെ കുറച്ച് ഭാഗം കിട്ടി. മുഴുവൊന്നുമില്ല, ബാങ്കിൽ വെച്ച് പണയപ്പണ്ടവാ. നടക്കടി സ്റ്റേഷനിലേക്ക്. അവിടെ കുഴപ്പമില്ല, കുഴപ്പമായി. എന്താടാ ഗോപാലകൃഷ്ണൻ അമ്മയിലും പെങ്ങനെ പോലീസിനെ പിടിച്ചോണ്ട്? അപ്പൊ സംശയമില്ല, ഗോപാലകൃഷ്ണൻ തന്നെയാണ് പൊന്നുമണ പോലെയൊക്കെ ഇട്ടത്. ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാലോ. പൊന്നുമണ പോലെ നമുക്ക് വരുത്. ഗോപാലകൃഷ്ണന്റെ കുടുംബത്തെ രക്ഷിക്കണം. നമുക്കൊറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? നീ പാടാ. അറിഞ്ഞ എന്താടാ? ഗോപാലകൃഷ്ണന്റെ അമ്മയും പെങ്ങന്മാരെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. എന്തിന്? ബാങ്ക് കൊള്ളടിച്ചത് ഗോപാലകൃഷ്ണനാണെന്ന്. ഏയ്, ഗോപാലകൃഷ്ണന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തൊണ്ടി മുതൽ രണ്ടാം കക്ഷിയുടെ കയ്യിലല്ലേ. മാത്രമല്ല, സാധനം ഭൂമിയിൽ നിന്ന് 6 ലിങ്സ് താഴ്ത്തിയല്ലേ ഇട്ടിരിക്കുന്നത്. അത് തനിക്കെങ്ങനെ അറിയാം? ഞാനെങ്ങനെ അറിയാതിരിക്കാനാ? എല്ലാവരുടെയും പോക്കും വരവും കണ്ടുണ്ടല്ലേ ഞാനിവിടെ കഴിയണത്. എന്താണ് എല്ലാവരുടെയും മുഖത്ത് ഓരോ ലിങ്സ് പേടി കാണുന്നുണ്ടല്ല. സെൻട്രൽ ജയിലിലെ മുറികൾക്ക് 1/2 ലിങ്സ് വീതി പോലും ഇല്ലട്ടാ. ശരിയോ? ഉണ്ണിത്താമോലെ കണ്ടില്ലേ? ഇല്ല, അച്ഛൻ കേസിന്റെ കാര്യത്തിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയിരിക്കാം. എന്റെ ഭാര്യയെ വീട്ടുകാരെ പോലീസുകാർ എന്തിന്? ബാങ്ക് കൊള്ളടിച്ച ഗോപാലകൃഷ്ണനാണോ എന്ന് പോലീസുകാർക്ക് സംശയമുണ്ടെന്ന്. ഞാൻ ചീത്തയായിരിക്കും, കള്ളുടിയനായിരിക്കും, പക്ഷെ എന്റെ ഭാര്യയും വീട്ടുകാരെയും പോലീസുകാർ ഉപദ്രവിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. പോലീസുകാരെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. എന്തേ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? എന്റെ വീട്ടിലെ വിഷമം എനിക്കെല്ലാം അറിയൂ. ഇത്തിരി കഴിക്ക് കൂടി ചെയ്യുമ്പോ ഓരോന്ന് വിളിച്ചു പറഞ്ഞു പോണതാ. ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങളെ രക്ഷിക്കണം. വിഷമിക്കണ്ട, സ്റ്റേഷനിലേക്ക് ഞാനും വരാം. വണ്ടി കയറോ? സാർ ഇവിടുത്തെ ലീഡിങ് അഡ്വക്കറ്റാ. മാത്രമല്ല, ഉണ്ണിത്താൻ സാറിന്റെ മകൾ വന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാ ഞാനിവരെ വിടുന്നത്. താങ്ക് യു സാർ. ആവശ്യപ്പെടുമ്പോ പ്രതികളെ ഹാജരായിക്കോണം. ഹാജർ വെക്കണോ ലീവ് എടുക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നാട്ടിൽ എന്ത് തോന്നിയാസം നടന്നാലും കമാന്ന് ഒരക്ഷരം മിണ്ടാതെ വായു മൂടി കെട്ടിയിരിക്കുന്ന നമശിവായ വയസ്സിന്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി പൊന്നു സാറേ. ഇപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ഒരു സർക്കാരുണ്ട്. താനാരാ? ഗോപാലകൃഷ്ണന്റെ അളിയനാ. ദാ ഇവളുടെ ഭർത്താവ്. അളിയനും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ കാണും. പക്ഷേ തങ്കപ്പെട്ട ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കാൻ നോക്കിയാലുണ്ടല്ല, എന്റെ സ്വഭാവം മാറും. ആ അല്ലേ? കേസിന്റെ അന്വേഷണം നടക്കണേ ഉള്ളൂ. ഞങ്ങള് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ അങ്ങനെ പറ. സാർ പോയിക്കോ. എന്നാ നിങ്ങളും പോയിക്കോ. നിന്നേ, അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. സാർ ഇവ നല്ല ഫിറ്റാ. ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്, അത് ശരിയാ. ഈ ശരീരത്തിലെ 70% മദ്യ, ബാക്കി 30% രക്തമാ. അത് തിളക്കും. ബാക്കി 30% വേണമെങ്കിൽ തരാടാ. അമ്മ ഞാൻ വീട്ടിൽ വരാം. കേറിക്കോളൂ. കേറോ. അയ്യോ അയ്യോ, മനസ്സിലായേ? എന്ത് മനസ്സിലായ? മനസ്സിലായേ? ആര് ഭരിച്ചാലും ഏത് സർക്കാർ വന്നാലും പോലീസുകാരുടെ സ്വഭാവം മാറൂലെന്ന് മനസ്സിലായി സാറേ. എനിക്കതൊന്നും അറിയണ്ട. പോലീസ് സ്റ്റേഷനിൽ ഗോപാലകൃഷ്ണന്റെ അമ്മയും പെങ്ങന്മാരും ജാമ്യത്തിൽ ഇറക്കാൻ ഇവളെന്തിനു പോയി?
അപ്പൊ കളന് കൂട്ടു നിൽക്കാ. രൂപ 1ഉം 2ഉം അല്ല പോയിരിക്കുന്നേ. ഇപ്പൊ തലസ്ഥാനത്ത് നിന്ന് പോലീസ് നായെ കൊണ്ടുവരാൻ പോകുന്നു. പോലീസ് നായൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോ അതിന് വെറുതെ കുറെ കാശ് കളയണ്ട. പോലീസ് നായെ കൊണ്ടുവരുന്നതിന് നമുക്ക് ചെലവൊന്നുമില്ലല്ലോ. അല്ല, പോലീസ് നായെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് എന്താ എത്ര പേടി? ജില്ലാ സെക്രട്ടറി ഇന്നലെ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. എല്ലാ സഹായങ്ങളും മന്ത്രി വാഗ്ദാനം ചെയ്തിരിക്കുക. മന്ത്രിമാർ അങ്ങനെ പല വാഗ്ദാനങ്ങളും ചെയ്യും. ഇക്കാര്യത്തിൽ മന്ത്രിമാരും ഇടപെടേണ്ട ആവശ്യമില്ലളിയാ. ബാങ്ക് കൊള്ളയ്ക്ക് പിന്നിൽ ഗോപാലകൃഷ്ണൻ ഉണ്ടെന്നുള്ളതിന് പോലീസിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയിരിക്കല്ലേ. അവനെ എത്രയും വേഗം പൊക്കുക. അതാ നമ്മൾ ചെയ്യേണ്ടത്. തെളിവുകളൊക്കെ കിട്ടിയത് ശരി തന്നെ. പക്ഷെ ഗോപാലകൃഷ്ണനാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് വിശ്വാസമില്ല. ജഗത്താൻ സുന്ദരനും സൽസ്വഭാവിയുമായി ഒറ്റ നോട്ടത്തിൽ തോന്നുമെന്ന് അമ്മാവനല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. തെളിവുകൾ അവനെതിരാണ്. പോലീസ് ആ വഴിക്ക് അന്വേഷിക്കട്ടെ. ചോദ്യം ചെയ്യൽ കഴിയും വരെ അമ്മാവൻ ഇതിൽ ഇടപെടണം. സത്യം പറയാലോ, ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. പണ്ടൊരിക്കൽ 20,000 രൂപ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? നീ പറയണതൊക്കെ ശരിയാ. എന്റെ മനസ്സും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ. എന്ന് വെച്ച് പോലീസ് നടപടി വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അപ്പൊ ഗോപേട്ടന്റെ ചേച്ചിയും അമ്മയൊക്കെ പോലീസ് കൊണ്ടുപോയത് ശരിയാന്ന് അച്ഛൻ പറയണേ? എന്നൊന്നും ഞാൻ പറയണില്ല. എങ്കിൽ കേസിൽ നിന്ന് ഗോപേട്ടന്റെ വീട്ടുകാരെ ഒഴിവാക്കാൻ അച്ഛൻ പോലീസുകാരോട് പറയണം. ഇതിലെന്തോ ചതിയുണ്ട്, തീർച്ച.